ലെൻസും കാഴ്ചയും. കണ്ണിലെ ലെൻസിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് രണ്ട് വൈകല്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, തിമിരം. ചില ആളുകളിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. തിമിരം ബാധിച്ച ഒരാളുടെ ലെൻസിന്റെ ചിത്രമാണ് നാം കാണുന്നത്. പ്രായം കൂടിയവരിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവർക്ക് വസ്തുവിന്റെ വ്യക്തമായ ചിത്രം ലഭിക്കുകയില്ല. തിമിരം എന്ന് പറയുന്നത് കണ്ണിന്റെ ലെൻസ് കട്ടിയായി വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ തിമിരം എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രായമായതിനു ശേഷം വരുന്ന ഒരു പ്രക്രിയയാണ്. കണ്ണിനുള്ളിലെ ലെൻസ് കട്ടിയായിട്ട് വരുന്നതാണ്. പക്ഷെ പ്രായമായി വരുന്ന ആൾക്കാരിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഈ തിമിരം കട്ടിയായി വരുന്നതിനനുസരിച്ച് കണ്ണിന് കാഴ്ച മങ്ങി വരും. അത് പ്രായമായവരിൽ മാത്രമല്ല, ജന്മന തന്നെ കുട്ടികളിലും തിമിരം കണ്ടുവരുന്നുണ്ട്. ജന്മന എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികൾക്കും കണ്ണിനെ തിമിരം ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില അസുഖങ്ങളായ പ്രമേഹം, തൈറോയിഡിന്റെ അസുഖം, ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് തിമിരം നേരത്തെ വരാം. ഈ തിമിരം ബാധിക്കുന്നതനുസരിച്ച് ഈ കണ്ണിന് ഉള്ള കാഴ്ച മങ്ങി വരും. വന്ന് തിമിരം കാഴ്ച നല്ല രീതിയിൽ കുറയുന്ന സമയത്താണ് നമ്മൾ ഈ തിമിരം ഓപ്പറേഷന് വിധേയമാക്കുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ തിമിരം ബാധിച്ച ലെൻസിനെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പകരം പുതിയ ഒരു ലെൻസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലെൻസ് കണ്ണിനുള്ളിൽ ഇതിന് പകരം വെച്ച് പിടിപ്പിക്കുന്നതാണ് ഈ തിമിര ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുൻകാലങ്ങളിലാണെങ്കിൽ നമ്മൾ തിമിരം ബാധിച്ച ലെൻസിനെ മാറ്റുക മാത്രമേ ചെയ്യുള്ളായിരുന്നു. കണ്ണിനുള്ളിൽ ലെൻസ് വെക്കില്ലായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ആണ് നമ്മൾ സോഡാക്കുപ്പി പോലത്തെ കട്ടി കണ്ണട അതിന് പകരമായിട്ട് ഉള്ളിൽ ലെൻസ് വയ്ക്കുന്നതിന് പകരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് അത് മാറിയിട്ട് നമ്മൾ തിമിരം വന്ന ലെൻസിനെ മാറ്റി കണ്ണിനുള്ളില് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലെൻസ് വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്. ലെൻസ് വെക്കുന്ന ഈ തിമിരം ഭാഗത്തെ ലെൻസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ കണ്ണിന്റെ കോർണിയ എന്ന് പറഞ്ഞ നേത്രപടലത്തിലെ സൈഡിൽ ചെറിയൊരു മുറിവുണ്ടാക്കി അതുവഴി ഈ തിമിരത്തെ നമ്മൾ വെളിയിലോട്ട് എടുക്കുകയാണ്. വെളിയിലെടുത്തിട്ട് അതിന് പകരം കണ്ണിനുള്ളിൽ തന്നെ ഒരു ലെൻസ് വെക്കും. രണ്ട് രീതിയിലുണ്ട്. ലെൻസ് സാധാരണ രീതിയിൽ ഈ മുറിവിൽ കൂടെ അതിന് കുറച്ച് വലിയ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു മുറിവുണ്ടാക്കി അതുവഴി ലെൻസ് മാറ്റിയിട്ട് അതിനുള്ളിലേക്ക് ഈ പുതിയ ലെൻസ് വെച്ച് പിടിപ്പിക്കുന്നതാണ് സാധാരണ രീതി. അതാണ് സാധാരണ നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഫാക്കോ എന്ന് പറയും. ഫാക്കോ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത്. അതിനെന്ന് വെച്ചാല് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല് മുറിവ് ചെറിയ ഒരു സുഷിരം മതിയാവും. അതുവഴി ഒരു ഉപകരണം ഈ കൃഷ്ണമണിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് തിമിരം ബാധിച്ച ലെൻസിനെ അതിനെ ആസ്പിറേറ്റ് ചെയ്ത് എടുത്ത് കളയും. ആസ്പിറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് ഫോൾഡബിൾ ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ ചുരുട്ടി വെക്കുന്ന കണക്ക് ലെൻസിനെ തന്നെ ചുരുട്ടി ഇതിനകത്തേക്ക് വെക്കുക. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് സാധാരണ പൊസിഷനിലേക്ക് ഇരിക്കും. അതാണ് ഫാക്കോ സർജറി എന്ന് പറയുന്നത്. ഫാക്കോ സർജറിയാണ് ഉള്ളതിൽ ഏറ്റവും സൗകര്യപ്രദമായത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ആശുപത്രിയിൽ പോയി ഇത് ഓപ്പറേഷൻ ചെയ്ത് അപ്പോഴും തന്നെ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ചത്തെ റെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. ഇതിന് തയ്യലിടേണ്ട കാര്യമില്ല. ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ വീട്ടിൽ പോകാം. അതാണ് ഫാക്കോ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉപകരണത്തിലൂടെ ചുരുട്ടി ലെൻസ് ഉള്ളിലോട്ട് വയ്ക്കുക, ഉള്ളിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുക. അതാണ് ഫാക്കോ സർജറി. ഫാക്കോ സർജറിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.